Happy Sabbath, church. എല്ലാവർക്കും നല്ലൊരു ശബ്ദം നേർന്നുകൊള്ളുന്നു. Thank you, Malayalam, for that wonderful song. മനോഹരമായ ഒരു ഗാനം പാടിയ മലയാളം കൊയർ ഗ്രൂപ്പിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. Today, my topic is the loving father. ഇന്നത്തെ ഞാൻ പ്രസംഗിക്കുന്നതിന്റെ തലവാചകം സ്നേഹിക്കുന്ന പിതാവ് എന്നാണ്. The memories I took from Proverbs chapter 3 verses 11, 12 and 13. അതിന് വേണ്ടിയിട്ടുള്ള മനപ്പാഠവാക്യം സദൃശ്യവാക്യങ്ങൾ 3:11, 12, 13 My son, despise not the chastening of the Lord, neither be weary of his correction. For whom the Lord gave, he correct. Even as a father, the son in whom he delights. Happy is the man that finds wisdom, and the man that God understands. 3:11 മുതൽ 13 വരെ ഇപ്രകാരം പറയുന്നു: മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയിൽ മുഴുകുകയും അരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. പ്രാർത്ഥിക്കാം. Our most graceful and loving Heavenly Father, as I'm standing here with the word of God, Lord, be with me. Send the Holy Spirit upon me and those who are listening to me, Lord. Guide me in your way and lead me in front, Lord. In Jesus' name, Amen. So, last time when I stand here with the sermon, I was talking about how women are important in a family. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ അതിൽ പറയാൻ ഇടയായ ഒരു വാക്യം ഒരു കുടുംബത്തിൽ സ്ത്രീ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതിനെ കുറിച്ചാണ്. What vital role she plays in the family. ഒരു കുടുംബത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ദൗത്യം അവൾ ഏറ്റെടുക്കുന്നു. So that time itself I was thinking next time I will talk about the father, loving father and caring father. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അടുത്ത തവണ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ കുറിച്ചാണെന്ന്. But I got a chance after a long time. എന്നാൽ ദീർഘനാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഒരു അവസരം ലഭിക്കുന്നത്. So I would like to take this chance to talk about the father, the loving father. എന്നാലും ഈ ഒരു സമയം നമ്മുടെ പിതാവ്, സ്നേഹിക്കുന്ന പിതാവിനെ കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. As we know, both the parents are very much equal and play important roles to raise the children. നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് മാതാപിതാക്കൾ രണ്ടുപേർക്കും ഒരു കുഞ്ഞിനെ വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട കർമ്മം അവർ വഹിക്കുന്നു. Till some age, the parents were the role models for their children. ഒരു പ്രായം എത്തുന്നത് വരെ ഒരു കുഞ്ഞ് കണ്ടു വളരുന്നത് ആയിട്ടുള്ള ആളുകൾ അവരുടെ മാതാപിതാക്കളാണ്. The children used to see them more often. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ കൂടുതൽ കാണുന്നതും അവരുടെ മാതാപിതാക്കളെയാണ്. The children used to copy what the parents do. മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നോ അതാ കുട്ടികൾ ചെയ്യുന്നു. And the parents will be their superheroes. അവരുടെ കണ്ണിലെ സൂപ്പർ ഹീറോസ് അവരുടെ മാതാപിതാക്കളായിരിക്കും. When they are sick, the parents will take care of them. അവർക്ക് അസുഖമുള്ള സമയത്ത് അവരുടെ മാതാപിതാക്കൾ അവരെ നോക്കുന്നു. If they need something, they'll go and ask the parents. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവർ മാതാപിതാക്കളോട് ചോദിക്കുന്നു. If they want to go somewhere, then they have to ask parents. അവരെങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ മാതാപിതാക്കളോട് ചോദിക്കേണ്ടി വരുന്നു. So the parents were the providers and protectors. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളാണ് അവർക്ക് ഓരോന്ന് കൊടുക്കുന്നവരും അവരെ സംരക്ഷിക്കുന്നവരും. So same here when we look at the Israelites, നമ്മൾ ഇതേപോലെ തന്നെ ഇസ്രായേൽ മക്കളെ നോക്കുകയാണെങ്കിൽ we can see how the Lord was taking care of them. എപ്രകാരം സ്വർഗീയ പിതാവ് അവരെ സംരക്ഷിച്ചു, അവരെ നോക്കി എന്ന് നമുക്ക് കാണാം. How the Father was providing them. അവർക്ക് പിതാവ് എപ്രകാരം ഓരോ കാര്യങ്ങൾ നൽകി എന്ന് നമുക്ക് കാണാം. Let's see here on Exodus 5:27 how the God led them to water. പുറപ്പാട് 5:27 ദൈവം എപ്രകാരം അവരെ വെള്ളത്തിലേക്ക് നയിച്ചു എന്ന് നമുക്ക് കാണാം. On Exodus 16 verse 3 to 5 we can see God provide manna from heaven. 16:3 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ ദൈവം അവർക്ക് സ്വർഗ്ഗത്തിൽ നിന്നുള്ള മന്ന കൊടുത്തു എന്ന് നമുക്ക് കാണാം. Exodus chapter 13 verses 20-21 we can see the Lord went before them by day in a pillar of cloud and by night in a pillar of fire to give them light. 13:21 രാവിലെ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി അവരുടെ കൂടെ നിന്നു എന്ന് നമുക്ക് കാണാം. When the Israelites were on the wilderness,
ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്നതായിട്ട് സമയം that God was not only leading them but providing and protecting them in all souls. ദൈവം അവരെ നയിക്കുക മാത്രമായിരുന്നില്ല, മറിച്ച് ദൈവം അവർക്ക് വേണ്ടതെല്ലാം എല്ലാ രീതിയിലും കൊടുക്കുന്നുമുണ്ടായിരുന്നു. Here we can see a loving father ഇവിടെ നമുക്കൊരു സ്നേഹിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാം. who provides and protects his children. ആ സ്നേഹിക്കുന്ന പിതാവ് തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുകയും ചെയ്യുന്നു. But the children of God, എന്നാൽ ഈ പിതാവിന്റെ മക്കൾക്ക്, the Israelites, had lack of faith. ഇസ്രായേൽ മക്കൾക്ക് വിശ്വാസം കുറവായിരുന്നു. God delivered the Israelites from Pharaoh's oppression and guided them to the desert. ഫറവോന്റെ പക്കൽ നിന്ന് അവരെ രക്ഷിക്കുകയും മരുഭൂമിയിലോട്ട് അവരെ നയിക്കുകയും ദൈവം ചെയ്തു. God made them cross the Red Sea. അവരെ ചെങ്കടൽ കടക്കുവാൻ അവരെ ഇടവരുത്തി. He provided food and shelter. അവർക്ക് ആഹാരവും സംരക്ഷണവും നൽകി. God led them to Canaan. അവരെ കനാൻ ദേശത്തോട്ട് കൊണ്ടുപോയി. He established a covenant with them. അവരായിട്ട് ഒരു ഉടമ്പടി വെച്ചു. Gave them 10 commandments. അവർക്ക് 10 കൽപ്പന നൽകി. And provided laws for their new nation. അവരുടെ പുതിയ രാജ്യത്തിനായി നിയമവും നൽകി. Out of fear, the nation inhabitants of the Canaan, the Israelites refused to enter into that nation. ആ കനാൻ ദേശത്തുള്ള ആളുകളെ ഭയന്നത് കാരണം ഇസ്രായേൽ മക്കൾ ആ ഒരു രാജ്യത്ത് കടക്കുവാൻ ഭയന്നു. As a consequence of this disbelief, God made the entire generation wander in the wilderness until the generation passed away. ഈ ഒരു തെറ്റിന്റെ പരിഹാരമായി ദൈവം ആ ഒരു തലമുറയെ മുഴുവൻ ആ മരുഭൂമിയിൽ ചുറ്റിക്കുകയും ആ ഒരു തലമുറ ആ പ്രദേശം കാണാൻ ഇടവരുത്താതിരിക്കുകയും ചെയ്തു. Finally, led by Joshua, the Israelites crossed the Jordan River and entered the nation of Canaan. അവസാനം ജോഷുവ ഇസ്രായേൽ മക്കളെ നയിച്ച് അവരെ യോർദാൻ കടക്കുകയും കനാൻ ദേശത്ത് എത്തിക്കുകയും ചെയ്തു. So here, through this journey, between this journey, we can see sometimes the Israelites have disbelief. ഈ ഒരു യാത്ര മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇസ്രായേൽ മക്കൾ വിശ്വസിക്കാതിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. But still the father loves them and gave everything what they want. എന്നിരുന്നാൽ പോലും ആ പിതാവ് അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്തു. He fought against all the enemies who came against Israelites. ഇസ്രായേൽ മക്കൾക്കെതിരായി വന്ന ശത്രുക്കളെ എല്ലാവർക്കും എതിരെ ദൈവം പോരാടി. But still they go against the God. എന്നിരുന്നാലും അവർ ദൈവത്തിനെതിരെ പോയി. When we look on to 1 Samuel chapter 8, നമ്മൾ 1 ശമൂവേൽ അതിലെ 8-ാം അധ്യായം നോക്കുമ്പോൾ I'll just skip some part. അതിലെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. The part that Israelites entered to Canaan and till the king of David. I'll just skip some part. ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് എത്തുകയും ദാവീദ് രാജാവിന്റെ സമയം വരെയുള്ള കാലഘട്ടം ഞാൻ വായിക്കുന്നില്ല. So they got their own nation. അവർക്ക് അവരുടെ സ്വന്തമായിട്ട് ഒരു രാജ്യം ലഭിച്ചു. We can see in 1 Samuel chapter 8 that they were demanding for a king. 1 ശമൂവേൽ 8-ൽ നമുക്ക് കാണാൻ സാധിക്കും അവര് ഒരു രാജാവിന് വേണ്ടി ആവശ്യപ്പെട്ടു. Let's see how the God replied. ദൈവം അതിന് എപ്രകാരം മറുപടി നൽകിയെന്ന് നമുക്ക് നോക്കാം. Let's read 1 Samuel chapter 8 verse 7, 8 and 9. 1 ശമൂവേൽ 8-ന്റെ 7, 8, 9 വാക്യം നമുക്ക് വായിക്കാം. And the Lord said unto Samuel, hearken unto the voice of people in all that they say unto thee, but they have rejected me, that I should not reign over them. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കത്തക്കവണ്ണം എന്നെ ആകുന്നു ത്യജിക്കുന്നത്. So the Lord God was telling Samuel that the people of Israel had rejected him as the supreme leader. ഇവിടെ ദൈവം ശമൂവേലിനോട് പറയുന്നത് ഇസ്രായേൽ മക്കൾ അവരുടെ രാജാവായ ദൈവത്തെയാണ് ഇവിടെ ത്യജിക്കുന്നത് എന്ന്. Let's go to verse 8. According to all the works which they have done since the day that I brought them up out of Egypt, even unto this day, where they have forsaken me and served other gods, so do they also unto thee. 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നേ വരെ അവരെന്നെ ഉപേക്ഷിച്ചും അന്യദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നു. From the day he brought them from Israel, they have forsaken and served other gods. ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് വന്നതായിട്ടുള്ള സമയം മുതൽ തന്നെ അവർ ദൈവത്തെ തള്ളി പറഞ്ഞിരുന്നു. Verse 9 you can see, and therefore now listen to them
what they are asking for, but tell them the manner how the king shall reign. അവരുടെ 9-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ആകയാൽ അവരുടെ അപേക്ഷ കേൾക്കാം, എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം അവരോട് അറിയിക്കണം. When we look these verses, we can see the character of the father and the behavior of the children. ഈ ഒരു വാക്യം നമ്മൾ നോക്കുമ്പോൾ ഒരു പിതാവിന്റെ സ്വഭാവവും കുട്ടികളുടെ പെരുമാറ്റവും നമുക്ക് കാണാം. Even the children reject and forsake the father. ആ കുട്ടികൾ ആ പിതാവിനെ തള്ളിക്കളഞ്ഞെങ്കിൽ പോലും still the father loves them and care for them. എന്നിരുന്നാലും ആ പിതാവ് അവരെ സംരക്ഷിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. That is what we can see in the verse 9. അതാണ് നമുക്ക് 9-ാം വാക്യത്തിൽ കാണാൻ പറ്റുന്നത്. He was telling, listen to them what they want, but tell them the manner how the king shall reign. അവര് ദൈവം ഇപ്രകാരം പറയുന്നു, അവർക്ക് ആവശ്യം ഉള്ളത് കേൾക്കുക, എന്നാലും രാജാവ് എപ്രകാരം അവരെ ഭരിക്കും എന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. He was willing to provide what they want. അവർക്ക് വേണ്ടത് നൽകുവാൻ ദൈവം തയ്യാറായിരുന്നു. Such a loving father. എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു പിതാവിനെയാണ് നമുക്ക് ലഭിച്ചത്. But still knowingly or unknowingly sometimes we go against his will. എന്നാലും പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരെ നാം പോകാറുണ്ട്. As we call ourselves as the remnants, we are the one who chose our path. നമ്മൾ ശേഷിപ്പെന്ന് നമ്മൾ സ്വയമേ വിളിക്കുമ്പോഴും നമുക്ക് പോകുന്നതായിട്ടുള്ള പാത തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണ്. It is our own will and our own responsibility. ഇത് നമ്മുടെ ഇഷ്ടവും നമ്മുടെ ഉത്തരവാദിത്വവുമാണ്. Let's see the story of King David and Absalom. ദാവീദ് രാജാവിന്റെയും അബ്സലോമിന്റെയും കഥ നമുക്ക് ഇവിടെ നോക്കാം. 2 Samuel chapter 14 verses 25. 2 ശമൂവേൽ 14:25 ഇപ്രകാരം. It states how handsome he was, Prince Absalom. അതിൽ അബ്സലോം രാജകുമാരൻ എത്രത്തോളം സുന്ദരനായിരുന്നു എന്ന് പറയുന്നു. Absalom was the third son of King David. ദാവീദ് രാജാവിന്റെ 3-ാം മകനായിരുന്നു അബ്സലോം. The scripture notes he was flawless from head to toe. തിരുവചനം പറയുന്നത് തല മുതൽ പാദം വരെ ഒരു കുറവും അവനില്ല എന്നായിരുന്നു. His hair was famously thick. അവന്റെ മുടി വളരെയധികം ആളുകൾ അറിഞ്ഞിരുന്നു, അത് വളരെയധികം കട്ടിയുള്ള മുടിയായിരുന്നു. Requiring him to cut it only once in a year. അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ മുറിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വന്നിരുന്നുള്ളൂ. So he was a complete young man. ഒരു പൂർണ്ണതയുള്ള ഒരു യുവാവായിരുന്നു അബ്സലോം. But he did sin by murdering his half brother Amnon. എന്നാലും അമ്നോൻ എന്നു പേരുള്ള തന്റെ അർദ്ധ സഹോദരനെ കൊന്ന പാപം അബ്സലോം ചെയ്തു. After his half brother raped his sister Tamar, അമ്നോൻ എന്ന തന്റെ അർദ്ധ സഹോദരൻ തന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്തതിനു ശേഷം Absalom waited for 2 years for his vengeance to assassinate Amnon. എന്നാൽ അമ്നോനിനെ കൊല്ലാൻ വേണ്ടി 2 വർഷം തന്റെ പ്രതികാരത്തിനായി കാത്തിരുന്നു. And after committing the sin, he fled to the land of Geshur to escape the King David's wrath. അതിനുശേഷം തന്റെ പിതാവായ ദാവീദിന്റെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി അവൻ സ്ഥലം വിടുകയും ചെയ്തു. Absalom spent years charming the people of Israel and turning their loyalty away from his father. വർഷങ്ങളോളം ഇസ്രായേൽ മക്കളെ പല രീതിയിലും വശീകരിച്ച് അവരുടെ എല്ലാം സ്നേഹവും ആത്മാർത്ഥതയും തന്റെ പിതാവിൽ നിന്ന് തന്നിലേക്ക് മാറ്റുവാൻ ശ്രമിച്ചു. He ultimately declared himself as the king of Hebron. അങ്ങനെ അവസാനം ഹെബ്രോൺ ദേശത്തെ രാജാവായി സ്വയം പ്രഖ്യാപിച്ചു. And launched a full-scale military rebellion, forcing his father King David to flee Jerusalem. അങ്ങനെ മുഴുവനായി ഒരു പട്ടാള സംഘത്തെ കൂട്ടി തന്റെ പിതാവിനെതിരെ തിരിയുകയും അതിന്റെ ഫലമായി ദാവീദ് രാജാവ് ജെറുസലേം വിട്ടു പോകാനും ഇടയായി. 2 Samuel chapter 16 verses 21 and 22. 2 ശമൂവേൽ 16:21-22. Acting on the advice of his counselor Ahithophel, Absalom set up a tent on the palace roof. 16:21-22 ഇപ്രകാരം പറയുന്നു. അഹിശോഫേൽ അബ്സലോമിനോട്, രാജധാനി സൂക്ഷിപ്പാൻ നിന്റെ അപ്പൻ പാർപ്പിച്ചിട്ടുള്ള അവന്റെ വെപ്പാട്ടികളുടെ അടുക്കൽ നീ ചെല്ലുക. Okay, so Ahithophel, the counselor of Absalom, he advised him to set up a tent on the palace roof, and in sight of all the Israelites, he slept with his father's concubines.
അഹിത്തോഫേൽ എന്ന കൗൺസിലറിന്റെ വാക്കും അനുസരിച്ച് അബ്ശലോം ചെയ്ത ഒരു പ്രവൃത്തി തന്റെ പിതാവിന്റെ വെപ്പാട്ടുകളിൽ പലരുടെയും ഒപ്പം കിടന്നിട്ടുണ്ടായിരുന്നു. This was not only a sexual act, ഇത് ഒരു ലൈംഗികമായ ഒരു തിന്മ മാത്രമായിരുന്നില്ല, but also a calculated, humiliating political move to demonstrate that he had the power over David's throne and authority. എന്നാൽ ദാവീദിനെ കാട്ടും ശക്തി ഉണ്ടെന്ന് കാണിക്കുവാനുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു അത്. Then Ahithophel made a plan to execute King David. അപ്രകാരം തന്നെ അഹിത്തോഫേൽ ദാവീദ് രാജാവിനെ കൊല്ലുവാനായി ഒരു പദ്ധതി ഇട്ടു. Let's read 2 Samuel chapter 17 verse 1 to 4. Anyone can ആരെങ്കിലും 2 ശമൂവേൽ 17 1 തൊട്ട് 4 വരെയുള്ള വാക്യം വായിക്കുക. അപ്പോൾ അവനോടുകൂടെയുള്ള ജനമൊക്കെയും ഓടിപ്പോകും. ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും. പിന്നെ ഞാൻ സകല ജനത്തെയും എൻ്റെ അടുക്കൽ മടക്കി വരുത്തും. നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും മടക്കി വരുത്തും. സകല ജനവും സമാധാനത്തോടെ ഇരുന്നു. ഈ വാർത്ത സർവ്വനും ഇസ്രായേൽ കുടുംബാംഗങ്ങളെയും അറിയിച്ചു. Amen. So everything was prepared. ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം തയ്യാറെടുത്ത് വെച്ചിരുന്നു. The prince was ready to finish the war with upper hand. ആ രാജകുമാരൻ മുകളിലുള്ള തന്റെ പിതാവിനെ കൊല്ലുവാനായി തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. He had everything right now. അവന് വേണ്ടതെല്ലാം അവന്റെ പക്കൽ ഉണ്ടായിരുന്നു. He has the palace. അവന് കൊട്ടാരമുണ്ടായിരുന്നു. He had a great army. ഒരു പട്ടാളത്തിന്റെ സംഘം തന്നെ ഉണ്ടായിരുന്നു. He had the support. മറ്റ് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. So he had everything to assassinate King David. ദാവീദ് രാജാവിനെ കൊല്ലുവാനായിട്ടുള്ള എല്ലാം അബ്ശലോമിന്റെ പക്കൽ ഉണ്ടായിരുന്നു. The only thing was left was just to implement the plan. ബാക്കി ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം ഈ ഒരു കാര്യം പ്രവർത്തിപ്പിക്കണം അല്ലെങ്കിൽ നടത്തണം എന്നത് മാത്രമായിരുന്നു. But when we go through this, we can see that one of his advisors, Hushai, who was a loyal friend of King David, എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ഹുഷായി. അദ്ദേഹം ദാവീദിന്റെ ഒരു കൂട്ടുകാരൻ കൂടെയായിരുന്നു. now working as a advisor in Absalom's council. ഇപ്പോൾ അദ്ദേഹം ഒരു അബ്ശലോമിന്റെ അഡ്വൈസർ ആയിട്ട് ജോലി ചെയ്യുന്നു. Let's see 2 Samuel chapter 17 verses 8 and 9. Let's see what he said. 2 ശമൂവേൽ 17 8 9 അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. Can anyone read? ആർക്കെങ്കിലും അത് വായിക്കാമോ? Amen. So Hushai said to Absalom, ഹുഷായി അബ്ശലോമിനോട് ഇപ്രകാരം പറഞ്ഞു, your father is a warrior, the man of war. നിന്റെ പിതാവ് ഒരു യുദ്ധപ്രിയനാണ്. It was not easy to win against him. നിന്റെ പിതാവിന് എതിരെ ജയിക്കുവാൻ എളുപ്പമുള്ള ഒരു കാര്യമല്ല. If some of your people be overthrown as the first, if some of the people be overthrown as the first, ഇതിൽ കുറെ ആളുകളെ ആദ്യം നമുക്ക് തോൽപ്പിക്കാൻ പറ്റിയാൽ പോലും there will be a slaughter among the people that follow Absalom. എന്നാലും അബ്ശലോമിനെ പിന്നെ പിന്തുടരുന്ന ആളുകളിൽ പലരും മരണപ്പെടും. For all Israel know that thy father is a mighty man. കാരണം അവർക്കറിയാവുന്ന ഒരു സത്യം എന്തെന്ന് പറഞ്ഞാൽ തന്റെ പിതാവായ ദാവീദ് ഒരു ശക്തനായ മനുഷ്യനാണ്. And the men which be with him are valiant men. അപ്രകാരം തന്നെ അവനോടൊപ്പമുള്ള ആളുകളും ധൈര്യശാലികളായ ആളുകളാണ്. So this is what the friend and the counselor of Absalom said, Hushai said. അബ്ശലോമിന്റെ കൗൺസിലറായ ഹുഷായി പറഞ്ഞ വാക്യമാണ് ഇത്.
My dear church, that is what we have to remember. പ്രിയ സഭയെ, നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. How mighty our Father. നമ്മുടെ പിതാവ് എത്ര ശക്തനാണെന്നുള്ള സത്യം. Here, Hushai was telling him, your father is a warrior. ഇവിടെ ഹുശായി പറയുന്ന ഒരു വാക്യം, നിന്റെ പിതാവ് ഒരു വീരനാണെന്ന്. See, that is what we may feel that we conquer the world. നമ്മൾ ഒരുപക്ഷെ ഈ ലോകം മുഴുവൻ നേടിയെന്ന് നമ്മൾ വിചാരിക്കും. But we should not forget that we are living in a world that our Father created. എന്നാൽ നമ്മുടെ പിതാവ് സൃഷ്ടിച്ച ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം മറക്കരുത്. Every time when we go against him, നമ്മൾ പിതാവിനെതിരെ പോകുന്ന എല്ലാ സമയവും that is like we are going helplessly into danger. നമ്മൾ ഒരു രക്ഷയുമില്ലാതെ അപകടത്തിലോട്ട് പോകുന്നതിന് തുല്യമാണ്. It's not our Father's choice. നമ്മുടെ പിതാവിന്റെ തീരുമാനമല്ല അത്. He won't put us in trouble. ദൈവത്തിന് നമ്മളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരു ആവശ്യവുമില്ല. But we are the one who chose the wrong side. എന്നാൽ തെറ്റായ തീരുമാനവും തെറ്റായ ദിശയിൽ പോയതും നമ്മളാണ്. Let's go to the conclusion. നമുക്ക് ഇതിന്റെ അവസാന വാക്യത്തിലോട്ട് കടക്കാം. Let's see how the Father react to all of this. എന്നാൽ ഈ പിതാവ് ഇതിന് എപ്രകാരം അതിന് മറുപടിയായി സംസാരിച്ചു എന്ന് നമുക്ക് നോക്കാം. Let's read 2 Samuel chapter 18 verse 5. 2 ശമൂവേൽ അതിലെ 18-ാം വാക്യം നമുക്ക് നോക്കാം. And the king commanded Joab and Abishai and Ittai, saying, deal gently for my sake with the young man, even with Absalom. And all the people heard when the king gave all the captain's charge concerning Absalom. 2 ശമൂവേൽ 18-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അബ്ശലോം കുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവിൻ എന്ന് രാജാവ് യോവാബിനോടും അബീശായിയോടും ഇസ്തായിയോടും കൽപ്പിച്ചു. രാജാവ് അധിപതിമാരോടൊക്കെയും അബ്ശലോമിനെ കുറിച്ച് കൽപ്പിക്കുമ്പോൾ ജനമെല്ലാം കേട്ടു. See the love of the father towards his son. ഈ ഒരു സമയം നമുക്ക് ഒരു പിതാവിന് തന്റെ മകനോടുള്ള സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. After all these things that Absalom did, അബ്ശലോം ഇപ്രകാരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് പുറമേ the father lost one of his son, Amnon. തന്റെ മകനായ അമ്നോനെ കൊന്നതിന് ശേഷവും He was humiliated in front of his own people. തന്റെ ജനങ്ങൾക്ക് മുൻപേ തന്നെ ലജ്ജിതനായതിനു ശേഷവും He lost his palace. തന്റെ കൊട്ടാരം നഷ്ടപ്പെട്ടതിന് ശേഷവും Now he is standing in the wilderness ഇപ്പോൾ മരുഭൂമിയിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു സമയം and giving orders, be gentle with the young man. ഇപ്പോഴും ആ പിതാവ് കൊടുക്കുന്ന കൽപ്പന ആ അബ്ശലോമിനോട് വളരെ സൗമ്യമായി പെരുമാറുവാനാണ്. Let's read 2 Samuel chapter 18 verse 9. 2 ശമൂവേൽ 18-ന്റെ 9-ാം വാക്യം നമുക്ക് വായിച്ചു നോക്കാം. And Absalom met the servants of David. അങ്ങനെ അബ്ശലോം ദാവീദിന്റെ വേലക്കാരെ കണ്ടു. And Absalom rode upon a mule. അബ്ശലോം അവിടെ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. And the mule went under the thick boughs of great oak. ആ ഒരു കഴുത അവിടെ ഒരു മരത്തിന്റെ ഇടയിൽ പോകുവാനിടയായി. And his head hit on that oak. അവന്റെ തല ആ മരത്തിൽ ഇടിക്കുവാനുള്ള സാഹചര്യം വന്നു. And God, and he was taken up between the heaven and the earth. അങ്ങനെ ആ ഒരു അവന്റെ തല ആ ഒരു മരത്തിൽ കുടുങ്ങുകയും സ്വർഗത്തിനും ഭൂമിയിലും ഇടയിലുള്ള ഒരു സ്ഥലത്ത് അവൻ നിൽക്കുവാനിടയായി. And the mule that was under him went away. അവൻ സഞ്ചരിച്ചിരുന്നതായ ആ ഒരു കഴുത അത് മുന്നോട്ട് പോയി. In Acts of Apostles 5:39, Apostle Paul wrote that, but if it be of God, ye cannot overthrow it. Ye be found even to fight against God. അപ്പോസ്തല പ്രവൃത്തികൾ 5:39 ഇപ്രകാരം പറയുന്നു, അത് ദൈവം ഇഷ്ടമെങ്കിൽ നമ്മൾക്ക് അതിനെ തടയുവാൻ സാധിക്കുകയില്ല. Here the scripture was telling, can anyone read Acts 5:30? അപ്പോസ്തല പ്രവൃത്തികൾ 5:39 ആരെങ്കിലും ഒന്ന് വായിക്കാമോ? Okay, thank you. So it is written there, do not go against
for the father. ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ സ്വർഗീയ പിതാവിന്റെ എതിരെ നാം പോകരുത്. Here the scripture was telling Absalom was hanged in between heaven and the earth. തിരുവചനത്തിൽ പറയുന്ന ഒരു വാക്യം, സ്വർഗത്തിനും ഭൂമിക്കും നടുവെയാണ് അബ്സലോം തൂങ്ങി നിൽക്കുവാനിടയായത്. 2 Samuel chapter 18 verse 14 and 15. 2 ശമൂവേൽ 18-ന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ. And he took 3 darts in his head and thrust them through the heart of Absalom while he was yet alive in the midst of the oak. അങ്ങനെ അബ്സലോം ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവന്റെ മേലെ 3 കുന്തത്താൽ 3 തവണ കുത്തുവാനിടയായി. And 10 young men that bear Joab's armor compassed about and smote Absalom and slew him. അപ്രകാരം അവന്റെ കൂടെ ഉണ്ടായിരുന്ന 10 പേര് തന്നെ അവനെ അവസാനം കൊല്ലുവാനുള്ള ഒരു സാഹചര്യം വന്നു. And the king David had 2 messengers. ദാവീദ് രാജാവിന്റെ 2 സന്ദേശകർ. He had 2 messengers to bring news. ആ 2 സന്ദേശകർ അവർക്ക് രാജാവിന് ആ വാർത്ത കൊണ്ടുവന്നു. Both the messengers run to the king to tell the news. അങ്ങനെ 2 സന്ദേശകരും രാജാവിന്റെ അടുക്കൽ ചെന്നു. One messenger will bring the good news. ഒരാൾ നല്ല വാർത്ത കൊണ്ടുവന്നു. And the other one will bring the bad news. മറ്റേയാൾ നല്ലതല്ലാത്ത വാർത്ത കൊണ്ടുവന്നു. The one who carried the good news, he came to David first. നല്ല വാർത്ത കൊണ്ടുവന്ന ആളാണ് ആദ്യം ദാവീദിന്റെ അടുത്തെത്തിയത്. And to both of them, King David asked the same question. 2 പേരോടും ദാവീദ് ചോദിച്ചത് ഒരേ ചോദ്യം തന്നെ. The king asked both of them, "Is the young man Absalom safe?" ആ യുവാവായ അബ്ശലോം സുരക്ഷിതനാണോ എന്നാണ് 2 പേരോടും ദാവീദ് ചോദിച്ചത്. He said he only saw a massive commotion when Joab sent him. യോഹാബിനെ അവിടെ അയച്ചപ്പോൾ അവിടെ ഒരു കലഹം മാത്രമാണ് എനിക്ക് കാണാൻ സാധിച്ചത് എന്ന് പറഞ്ഞു. By that time, the second messenger came on to David. അപ്രകാരം ഇരിക്കുമ്പോൾ തന്നെ 2ാമത്തെ സന്ദേശകൻ ദാവീദിന്റെ അടുക്കലെത്തി. The king asked the same question. അതേ ചോദ്യം ദാവീദ് അയാളോട് ചോദിച്ചു. Is the young man safe? ആ യുവാവ് സുരക്ഷിതനാണോ? He said, "Lord has avenged thee this day over all those who rebelled against you." അപ്പോൾ ആ 2ാമത്തെ വ്യക്തി ഇപ്രകാരം പറഞ്ഞു, നിനക്കെതിരെ പാപം ചെയ്തവരോടെല്ലാം ദൈവം നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തിരിക്കുന്നു. When you go to the last verse of that chapter, you can see ഈ അധ്യായത്തിന്റെ അവസാന വാക്യം നമ്മൾ നോക്കുമ്പോൾ, then the king rose up from the throne and went up to the chamber over the gate and wept. ആ രാജാവ് തന്റെ സിംഹാസനത്തിൽ നിന്ന് എണീക്കുകയും അവിടെ പോയി വിലപിക്കുകയും ചെയ്തു. And as he went, he said, "Oh my son Absalom, my son Absalom." അപ്രകാരം ആ രാജാവ് പോകുമ്പോൾ തന്നെ എന്റെ മകനെ അബ്ശലോമേ, എന്റെ മകനെ, എന്റെ മകനെ അബ്ശലോമേ എന്ന് കരഞ്ഞുകൊണ്ട് ആ പിതാവ് പോയി. Good God, I had died for thee. ദൈവമേ, ഞാൻ മരിക്കാമായിരുന്നല്ലോ എന്റെ മകന് പകരം എന്ന് ചോദിച്ചു. Oh Absalom, my son. എന്റെ മകനെ അബ്ശലോമേ. The father was ready to give his life for his son. ആ പിതാവ് തന്റെ ജീവൻ തന്റെ മകന്റെ ജീവന് പകരം കൊടുക്കുവാൻ തയ്യാറായിരുന്നു. Dear church, that's how our Father in heaven loves us. നമ്മുടെ സ്വർഗീയ പിതാവും അപ്രകാരം തന്നെ. That is how the Father who is sitting around in this church. That's how the fathers who are sitting in this church. ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള പിതാക്കന്മാരും അപ്രകാരം തന്നെയാണ്. The Father, they provide, they protect. ആ പിതാവ് നമുക്ക് ഓരോന്നും നൽകുകയും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. It's our call to choose the path. ആ ഒരു വഴി തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ തീരുമാനമാണ്. Father, a good Lord, He never wanted to destroy us. പിതാവ് ഒരിക്കലും നമ്മൾ നശിച്ചു കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. He always wants us on His side. നമ്മൾ എല്ലാവരും അവന്റെ പക്ഷക്കാരാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. We are living in the world. Do not forget that our Father is a warrior. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നാം മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, നമ്മുടെ പിതാവ് ഒരു വീരനാണ്. That He is a man of war. ദൈവം ഒരു യുദ്ധത്തിന്റെ ദൈവമാണ്. All the fathers who are sitting here on my right side, എന്റെ വലതുവശത്തിരിക്കുന്നതായിട്ടുള്ള പിതാക്കന്മാർ, they all went through a lot of difficulties. ധാരാളം ബുദ്ധിമുട്ടുകളിൽ കൂടെ